ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ജന്മാഷ്ടമിക്ക് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കൃഷ്ണനെ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പൂമാലയൊക്കെ ഇട്ട് കൊടുത്തു. ഇന്ന് ബർത്ത്ഡേ ആണല്ലോ. ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വിജയിക്കുകയും ചെയ്തിരുന്ന കാലത്ത് ദുഷ്ടനിഗ്രഹത്തിനായിട്ട് അവതരിച്ച നമ്മുടെ പൊന്നോമന പുത്രനായ കണ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാവരും അല്ലേ. ഘോഷയാത്രകളും ശോഭയാത്രകൾ കണ്ണനെയും കൊണ്ട് എല്ലാവിടെയും ചുറ്റിക്കറങ്ങുന്നുണ്ട്. നല്ല ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെയും. ദേ കുഞ്ഞി കണ്ണനെ കൂടി പൂമാലയൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇന്ന് എൻ്റെ കൂടി പിറന്നാളാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ നമുക്ക് നമ്മുടെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. 1-2 അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുതിയിട്ട് വന്നു. അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തനിച്ചായിരുന്നു പോയത്. അങ്ങനെ വീടെത്തി കണ്ണനോടൊപ്പം നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു കേക്ക് കൂടി മുറിക്കാം. എൻ്റെയും കൂടി ബർത്ത്ഡേ അല്ലേ, കണ്ണനോടൊപ്പം എനിക്കും ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഉള്ള ഒരു ഡേ ആണിന്ന്. അതുകൊണ്ടൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എഗ്ഗ് ഇടാത്ത കേക്കാണ് കേട്ടോ, ബട്ടർ കേക്കാണ്. അതുകൊണ്ട് കണ്ണനെയും കൂടി ചേർത്ത് നിർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആര്യലൈസ് വ്ളോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അങ്ങനെ ഒരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അമ്പലത്തിൽ കൃഷ്ണൻ കോവിലായിരുന്നു പോയത്. അവിടെ പോയപ്പോൾ കുറച്ച് പാൽപ്പായസം കിട്ടിയേ. അപ്പോൾ അതുപോലെയുള്ളൊരു പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചരി കൊണ്ട് നല്ലൊരു പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ ഈ ചെറിയ രീതിയിൽ അങ്ങനെ ആഘോഷിച്ചു. ഇനി നമുക്ക് ഈവനിങ് ഒരു 4 o'clock കൃഷ്ണവേഷം കാണാനായിട്ട് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. എന്നെ ഇവിടെ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ നടത്തമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വലിയ ഷോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അതൊന്നും കാര്യമില്ല, ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഇനി നമുക്ക് ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് പോകാം. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആര്യലൈസ് ഫാമിലിയിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്. ഏകദേശം ഒരു 2000 ഫ്രണ്ട്സ് ആവാറായിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു.
അങ്ങനെ 2024 ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര നടക്കുകയാണ് ഇവിടെ. പാലക്കാട് ജില്ലയിലെ കരിപ്പോട് കേട്ടോ, അതായത് അടിച്ചിറയിൽ നിന്നുമാണ് ഘോഷയാത്ര തുടങ്ങുന്നത്. അവിടെ നിന്നും ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കരിപ്പോട് ജംഗ്ഷനിലെത്തി അവിടെ നിന്നും വീണ്ടും അടിച്ചിറയിലോട്ട് വന്നിട്ട് അവിടെയാണ് സമാപിക്കുന്നത്. ദേ കൊച്ചു കണ്ണൻ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതാമ്മയുണ്ട്. അങ്ങനെ കുറേ സരസ്വതി വേഷം, പാർവതി, സരസ്വതി, അങ്ങനെ ഗണപതി, അങ്ങനെ ഒരുപാട് വേഷങ്ങൾ നല്ല ഭംഗിയായിട്ട് അങ്ങനെ അണിനിരക്കുന്നത് കാണാൻ ഇതെല്ലാം വളരെയധികം മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതും ഒരു കൂട്ടായ്മയുടെ ഒരു കാര്യമായിരിക്കും അല്ലേ. ഇതെല്ലാം എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം ഓരോ വർഷം കൂടുന്തോറും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച് വരുന്ന കാണുന്നുണ്ട്. കുട്ടികളുടെ നല്ല ഡാൻസുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ റോഡായതുകൊണ്ട്, ജംഗ്ഷൻ ആയതുകൊണ്ട് അവർക്ക് നന്നായി കളിക്കുന്നുണ്ട്. വാഹനങ്ങൾ ബ്ലോക്കാക്കാനും പറ്റില്ലല്ലോ, അതിനുള്ള സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കണ്ടേ. അതിനായിട്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. എയ്റ്റ് 30 ആവാറായി. അടിച്ചിറ വിനായക ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഏകദേശം സമാപന ചടങ്ങായി കഴിഞ്ഞു. അവസാനത്തെ ഡാൻസ് ആയിരുന്നു കേട്ടോ അത് കളിക്കുന്നത്. ഇത് കഴിഞ്ഞതും പ്രസാദ വിതരണം എല്ലാം കഴിഞ്ഞ് ഘോഷയാത്ര അവസാനിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.